പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളുമായി കിടന്നുറങ്ങിയ നൂറുകണക്കിന് ആളുകളുള്ള ഒരു ഗ്രാമത്തെയാണ് ഉരുളൻ കല്ലുകളും മലവെള്ളവും കൊണ്ടുപോയത്. അവർക്ക് അടുത്ത ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ, പോകാനുള്ള സ്ഥലങ്ങൾ, കാണാനുള്ള ആളുകൾ ഇതെല്ലാം ഇപ്പോഴും ബാക്കിയാണ്. എന്നാൽ എത്തിച്ചേരേണ്ടിയിരുന്ന മനുഷ്യർ ഏത് മൺകൂനയിലാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ മുണ്ടക്കൈപ്പുഴ ആ ഗ്രാമത്തിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ഒഴുകുകയാണ്. ചാലിയാർ പുഴയിലൂടെ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ 7 കിലോമീറ്ററുകൾക്കപ്പുറം കണ്ടെത്തുമ്പോൾ വീണ്ടും മുണ്ടക്കൈപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുണ്ടക്കൈപ്പുഴയുടെ കരയിൽ ചെളിയിൽ പൂണ്ടുകിടന്ന ചെറുപ്പക്കാരനെ 8 മണിക്കൂറുകൾക്കിപ്പുറം രക്ഷപ്പെടുത്തിയെന്ന വാർത്ത നമുക്ക് തന്ന ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് പൂർണ്ണമായും സൈന്യത്തിനോ രക്ഷാസംഘത്തിനോ ഇപ്പോഴും എത്താൻ സാധിച്ചിട്ടില്ല. മരണസംഖ്യ നിമിഷങ്ങൾ കഴിയും തോറും മാറുന്നതുകൊണ്ട് തന്നെ ഒരു ഏകദേശ കണക്ക് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള ഈ പ്രദേശത്ത് ആരൊക്കെ എവിടെയൊക്കെ കുടുങ്ങിക്കാണുമെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ 100ഓളം പേർ ഒരു റിസോർട്ടിൻ്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്, ആരെങ്കിലും വന്ന് രക്ഷിക്കൂ എന്ന ആളുകൾ അവസാനത്തെ പ്രതീക്ഷയും കയ്യിൽ മുറുക്കി പിടിച്ചാണ് ഫോണിൽ വിളിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്ന ആരെങ്കിലും എങ്ങനെയെങ്കിലും തങ്ങളെ തേടിയെത്തുമെന്ന പ്രതീക്ഷ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. രാത്രി 1:30 മണിക്കാണ് ജീവിതത്തെ നെടുകെ പിളർത്തി മുണ്ടക്കൈപ്പുഴ ഉരുളൻ കല്ലുകളും മണ്ണും ചേർന്ന് കുത്തിയൊലിച്ചു വന്നത്. പുറം ലോകം സംഭവം അറിയുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പേ ജീവിതത്തോട് മല്ലടിച്ച മനുഷ്യർ നമ്മൾ സംഭവം അറിഞ്ഞു വരുമ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. 11 മണിക്കൂറിന് ശേഷമാണ് രക്ഷാദൗത്യത്തിനായി സൈന്യത്തിനു പോലും ഇറങ്ങാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെയും സേനാ വിഭാഗങ്ങളുടെയും കണക്കുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടാണ് കാണാതായവരുടെ മരണവിവരം വന്നുകൊണ്ടേയിരിക്കുന്നത്. മേപ്പാടി ആശുപത്രിയിൽ മൃതദേഹങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ തടിച്ചുകൂടിയ ആൾക്കൂട്ടമുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞിറങ്ങിയവരാണവർ. ഇനി ഇവിടെ മാത്രമേ തിരയാൻ ബാക്കിയുള്ളൂ. ഇവിടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന മൃതദേഹങ്ങളുടെ കെട്ടുകൾ ഓരോന്നും അവർ അഴിച്ചു നോക്കുന്നുണ്ട്. മുണ്ടക്കൈ പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചുപോയ വിവരമാണല്ലോ ആദ്യം പുറത്തു വരുന്നത്. ആ പാലം അവർക്ക് മറുകരയിലേക്ക് പോകാനുള്ള പാലം മാത്രമായിരുന്നില്ല, ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള പാലം കൂടിയാണത്. അത് പിഴുതെടുത്ത് അവരുടെ ജീവിതവും തട്ടിപ്പറിച്ച് മനുഷ്യരെ കവിഞ്ഞൊഴുകുകയാണ് ആ പുഴ.